ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഡിന്നറെല്ലാം ആക്കാൻ പറ്റിയിട്ടില്ല നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് പണിയൊന്നും ഇല്ലാണ്ട് നമ്മൾ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു, ഇതൊന്നും നമുക്ക് പൊങ്ങി വരുന്ന ഒരു സോക്ക് ചെയ്ത് വെക്കുന്ന ഒരു ടൈം മാത്രമേ വേണ്ടൂ കേട്ടോ. ആ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ ഈ ഒരു 250 ml 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതേ കപ്പിന് തന്നെ 1 കപ്പ് ചോറും അതുപോലെ തന്നെ 1 കപ്പ് തേങ്ങയും ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റില്ല, ഡ്രൈ ഈസ്റ്റ് 1.5 ടേബിൾ സ്പൂൺ ഇട്ടാ അതും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടെടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാര ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. രാവിലെ ഉണ്ടാക്കുന്നെങ്കിൽ ഇത് രാത്രി ഇങ്ങനെ ചെയ്തിട്ട് വെച്ചാൽ മതി കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ പച്ചരിയിലും കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കറക്റ്റ് അളവ് എന്ന് വെച്ചാൽ 1 കപ്പ് പച്ചരി എടുക്കുന്നുണ്ടെങ്കിൽ അതിന് 1 കപ്പ് ചോറും 1 കപ്പ് തേങ്ങ, അങ്ങനെയാണ് കേട്ടോ കറക്റ്റ് അളവ്. ഇപ്പം ഞാൻ ഇവിടെ 2 കപ്പ് എടുത്തുകൊണ്ടാണ് 1 കപ്പ് ചോറും അതുപോലെ തന്നെ 1 കപ്പ് തേങ്ങയും എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു കാണുന്ന രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ച് മതി കേട്ടോ. ഓവർ വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തലേന്ന് രാത്രി തന്നെ ഞാനിവിടെ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം കുതിർന്നതിന് ശേഷം ഞാൻ രാവിലെ ഇതെടുത്തിട്ട് അരക്കുന്നത് കേട്ടോ. ആദ്യത്തെ ട്രിപ്പ് ഞാൻ അരച്ച് പോയി, ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് കേട്ടോ. ആദ്യത്തെ ട്രിപ്പ് ഞാൻ അപ്പോൾ അരക്കുന്ന ടൈമാണ് കേട്ടോ ഇതിൽ ഉപ്പ് ചേർക്കുന്നത്. നമ്മൾ കുതിർക്കുന്ന ടൈം ഇതിൽ ഉപ്പ് ചേർക്കുന്നില്ല. അപ്പോൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഓവർ വെള്ളമൊന്നും ചേർക്കണ്ട. എക്സ്ട്രാ ആയിട്ട് ഇതിൽ നമ്മൾ കുതിർത്ത വെള്ളം തന്നെ മതിയാവും. അതും എക്സ്ട്രാ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നേരത്തെ കുതിർത്ത അരിയും നമ്മൾ തേങ്ങയും ചോറെല്ലാം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. പിന്നെ രാവിലെ എണീച്ച പാടിന് ഇത് നമ്മൾ അരച്ച് വെച്ചാൽ ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് ഒരു ടൈം വേണം. അതുകൊണ്ടാണ് രാവിലെ എണീച്ച പാടിൽ തന്നെ അരക്കുന്നത്. അപ്പോൾ രാവിലെ അരച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 5 മണിക്കെല്ലാം അരച്ചാൽ ഒരു 7 മണിയാകുമ്പോൾ നമുക്കിത് ചുട്ടെടുക്കാൻ വേണ്ടി സാധിക്കും. 2 മണിക്കൂർ വെക്കണമെന്നില്ല, 1 മണിക്കൂർ വെച്ചാൽ തന്നെ ചൂടുള്ള ടൈമാണ്. പെട്ടെന്ന് നമുക്കിതൊന്ന് പൊങ്ങി കിട്ടും കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് ഈസ്റ്റ് ചേർക്കുന്നില്ലെങ്കിൽ ഇതെല്ലാം തേങ്ങ വെള്ളത്തിലും അരക്കുന്ന രീതിയുണ്ട് കേട്ടോ. അത് വേറൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ എല്ലാം കൂടി നല്ലോണം അരച്ചിട്ട് ഈ ഒരു കാണുന്ന ലൂസ് കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. കാണുന്ന രീതിയിൽ നമുക്ക് അരച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ കുറച്ച് ഏകദേശം ഒരു 1.5 മണിക്കൂറോളം വെച്ചിട്ടുണ്ട്. 1.5 മണിക്കൂർ വെച്ചതിന് ശേഷം നല്ല രീതിയിൽ പൊന്തിയിട്ട് എൻ്റെ എല്ലാം മറിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ വേറൊരു പാത്രത്തിൽ എടുത്ത് വെച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മൾ വെള്ളയപ്പത്തിൻ്റെ പാത്രം വെച്ചിട്ട് നമുക്ക് ഓരോരോ അപ്പവും നല്ലോണം ചുട്ടെടുക്കാം കേട്ടോ. അത് നല്ല ആദ്യം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് മാവ് വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് നല്ലോണം ചുട്ടെടുക്കുക. അടിപൊളിയായിട്ട് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ തന്നെ നമ്മൾ ഹോൾസെല്ലും വന്നിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് മാവ് ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വെച്ചാൽ, മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ നമ്മൾ വെള്ളയപ്പം റെഡിയാവും കേട്ടോ. റെഡിയാക്കാനല്ല എല്ലാവർക്കും അറിയുന്നതില്ലേ, അപ്പോൾ അത് വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഓരോ മാവും ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ചുട്ടെടുക്കുന്ന വീഡിയോ ഒന്നും കാണിക്കുന്നില്ല, ഒറ്റൊന്ന് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ട ബബിൾസ് എല്ലാം വീണിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം കേട്ടോ. അപ്പോൾ ഞാനിത് കടലക്കറീൻ്റെ കൂടെയാണ് കേട്ടോ, വെള്ളക്കടലക്കൻ്റെ നല്ലൊരു കുറുമക്കറീൻ്റെ കൂടെയാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോസായിട്ട് റെസിപ്പീസായിട്ടുള്ള വരുന്നതിൽ ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.